വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബീഫ് കറിയുടെ റെസിപ്പി തയ്യാറാക്കാം. നല്ല നാടൻ ബീഫ് കറിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ബീഫ് കറി തയ്യാറാക്കാം എന്ന റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഈ വീഡിയോ എല്ലാവരും കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. കറി തയ്യാറാക്കാനായിട്ട് ഞാൻ 1/2 കിലോ ബീഫ് ഇവിടെ നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഒരല്പം മീഡിയം സൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുക്കറിലേക്ക് ഇടാം. ഞാനിത് കുക്കറിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 2 തക്കാളിയും കൂടെ കട്ട് ചെയ്തത് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 or 3 പച്ചമുളകും കൂടെ നടുകെ കീറിയത് ചേർക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ഉരുളൻകിഴങ്ങ് തൊലിക്കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം പെരുംജീരകം ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഈ കുരുമുളക് പൊടി ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം. പിന്നെ ഏകദേശം 2-3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. മല്ലിപ്പൊടി കൂടുതൽ ചേർത്താലേ നമ്മുടെ കറി ഒരു തിക്നെസ് ഉണ്ടാവുള്ളൂ. പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂണും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. വെള്ളം കൂടുതൽ ചേർക്കേണ്ട, ബീഫിൻ്റെ ഒപ്പം നിൽക്കുന്ന ലെവലിൽ മതി വെള്ളം. ഇപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ബീഫിൻ്റെ ലെവലിലാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. വെള്ളം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇതിൽ നിന്നും വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് വറ്റിച്ചെടുക്കേണ്ടി വരും. ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ഒരു 10 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 വിസിലൊക്കെ കഴിഞ്ഞ് ആവിയൊക്കെ നല്ല പോലെ പോയിട്ടുണ്ട്. ആവി പോയതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാവൂ. നമ്മുടെ ബീഫൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് ഒരു മൺചട്ടി എടുക്കാം. ഈ മൺചട്ടിയിൽ നമുക്കൊരല്പം ചെറിയ ഉള്ളി തൂമിച്ചെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ മൺചട്ടിക്ക് പകരം നിങ്ങൾക്ക് ഏത് പാനായാലും എടുക്കാം. ഞാനിപ്പോൾ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളിയാണിത്. ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഉള്ളിയെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഏതെങ്കിലും പാനിൽ വെച്ചിട്ട് ഉള്ളി ഒന്ന് തൂമിച്ചെടുത്തിട്ട് നേരെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അല്പം നേരം കൂടെ തിളപ്പിച്ചിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ മൺചട്ടിയിൽ ഉള്ളി തൂമിച്ചിട്ട് നമ്മുടെ കുക്കറിലുള്ള കറിയെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൺചട്ടിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കറി മുഴുവനും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇതിനെ അടച്ചു വെക്കുക. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് കറിയൊക്കെ നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.